സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമൊന്നും പെട്രോൾ ഇതിൽ ഇങ്ങനെ അയക്കുന്നല്ലേ. കൊടു എക്സൽ കൊടു എക്സൽ കൊടു എക്സൽ കൊടു ആ വിട് മെല്ലെ വിട് മെല്ലെ വിട് പോ 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 പോ
ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബൈക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 2 മാസം നമുക്ക് എടുത്ത് 2 മാസം ആവശ്യമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ പാർട്സ് കിട്ടിയില്ല, അതാണ് മെയിൻ പ്രശ്നമായത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് ഇതിന് കുറച്ച് സ്റ്റിക്കറിങ്ങെല്ലാം വർക്ക് ബാക്കിയുണ്ട്. നമുക്ക് ക്ലാസ് കാര്യങ്ങളായിട്ട് നമുക്ക് ടൈം കിട്ടില്ല, അതാണ് സീൻ. ക്ലാസ് ഉണ്ടാകുമ്പോൾ ഇതിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, ഫ്രീ ടൈമിൽ ചെയ്തുകൊണ്ടായത്. അപ്പോൾ ഓൾമോസ്റ്റ് റൈഡിങ് ചെയ്യാനുള്ള എല്ലാ പെർഫെക്റ്റ് സെറ്റായിട്ടുണ്ട് സാധനം. നിങ്ങൾ ചെയ്ത് നോക്കിയല്ലോ, നിങ്ങൾ വീട് നോക്കിയല്ലോ, ഞാൻ സ്റ്റണ്ട് ചെയ്യുന്നതെല്ലാം നോക്കിയല്ലോ, സ്റ്റണ്ടെല്ലാം സെറ്റ് ബാണ്ടി. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്റ്റിക്കറിങ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യം മാത്രം. പിന്നെ ഇപ്പം ഞാനിനി അടുത്തൊരു പ്രോജക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പഴയ ഒരു ഹോണ്ട ആക്റ്റീവ് ഉണ്ടായി ഇവിടെ ബേലിക്ക് വെച്ചിട്ടുണ്ട് ഒരു വണ്ടി. അതെടുത്തിട്ട് അതിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിനെ കുറേ 2 ദിവസമായി അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ആയത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഈ ബൈക്കിന് നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 7-8 അടുത്ത് നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 50% തന്നത് എൻ്റെ ഒരു കസിനാണ്. അപ്പോൾ അവനോട് പറഞ്ഞ് നിൻ്റെ പേര് ഞാൻ മെൻഷൻ ആക്കാം, ഇൻസ്റ്റാഗ്രാം മെൻഷൻ ആക്കാം. അപ്പോൾ അവൻ പറഞ്ഞാൽ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവൻ്റെ തല അവൻ്റെ ബോഡി ഞാൻ ഇവിടെ ഇട്ടുതരാം സൈഡിൽ, കണ്ടല്ലേ നിങ്ങൾക്ക്. അപ്പോൾ മുന്നു അത്തണ്ടി ഈ ചങ്ങായ ഈ എൻ്റെ കസിനാണ് ആക്ച്വലി. ഇവൻ നമുക്ക് ചെറിയ 50% സ്പോൺസർ ചെയ്തത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ വണ്ടി കുറേ വണ്ടിയെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സെറ്റാക്കും. അപ്പോൾ പിന്നെന്ത്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും രജിസ്റ്റർ ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാൻ. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്കൊരു നോളജ് ഇല്ലാതെ നമ്മൾ തുടങ്ങിയാണിത്, യൂട്യൂബ് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കുറേ പഠിച്ച് ഇത് ചെയ്യുമ്പോൾ കുറേ അറിയാത്ത സാധനമുണ്ട്, അല്ലെങ്കിൽ പഠിച്ച്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പം ആ പഴയ വണ്ടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എങ്ങനെ എടുക്കും സൗണ്ടെല്ലാം എങ്ങനെ എടുക്കും? പൊടി എടുക്കും. പെട്രോള് കുറച്ചുള്ള റിവ്യൂ പറയും എങ്ങനെയുണ്ട് വണ്ടി? പൊളി. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നത് എനിക്ക് ഓട്ടുമ്പോ? അല്ല, സ്റ്റിക്കർ ആക്കി സെറ്റ്. കൊടേ പൊടെ സ്റ്റണ്ടർ നമ്മളെ സാബി AMS മതിയോ? എങ്ങനെയുണ്ട് പറയ് സാബി പറയ്. നീ ദുബൈയിലെ കുറെ സൂപ്പർ ബൈക്കെല്ലാം ഓട്ടിയതല്ലോ, എനിക്ക് അറിയുമല്ലോ. ദുബൈയിലല്ലേ ഫുള്ള് സൂപ്പർ ബൈക്കിന്റെ ആദ്യം ഇതെല്ലാം ആയിട്ടുള്ളത്. പറയ് സാബി, ഇത് നാക്കട നീ പെണ്ണാ? പറയ് എന്ത് കഥ സാബി പറയ്. എങ്ങനെയുണ്ട് പറഞ്ഞിരിപ്പാ, എങ്ങനെയുണ്ട് പറയ് എങ്ങനെയുണ്ട് എന്നിട്ട് എക്സ്പീരിയൻസ്. നീ ഏത് നിഞ്ച ഫോട്ടോ കണ്ടി എനിക്ക് ഫോട്ടോ എടുത്താൽ മതിയോ ഫ്രണ്ട്സ്? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹോണ്ട ആക്റ്റീവ 2006 മോഡൽ. സ്റ്റാർട്ട് ആയിക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് 2 സൈഡിൻ്റെ ഞാൻ ട്രൈ ചെയ്യുന്ന വർക്ക്. അപ്പോൾ സ്റ്റാർട്ടായി ഇന്ന് കുറച്ച് പണിയുണ്ടായി. ചോട്ടെ യാ കൊടു എക്സ്ട്രാ കൊടു ക്ലച്ച്